പ്രിയപ്പെട്ടവരെ, ചരിത്രം വിശാലമായി പറയാനല്ല ഞാനിത് പറഞ്ഞു വരുന്നത്. നമുക്ക് പരിശുദ്ധമായ ഖുർആൻ ഖത്തം ചെയ്ത പ്രതിഫലം കിട്ടാനുള്ള മാർഗങ്ങളുണ്ട്. ഖുർആൻ മുഴുവനും ഓതി തീർക്കാൻ പരമാവധി ശ്രമിക്കുക തന്നെ വേണം. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുന്നവർക്ക് നാളെ ഒരുപാട് പ്രത്യേകതകൾ ലഭിക്കാനുണ്ട്. അള്ളാഹുവിന്റെ പാരത്രികമായ ലോകത്ത് ഒരുപാട് ഗുണഗണങ്ങൾ ലഭിക്കാനുണ്ട്. അവർക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, പറഞ്ഞു വർണ്ണിക്കാൻ കഴിയാത്ത പ്രത്യേകതകളാണ്, ഉന്നതമായ പദവികളാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇഖ്റഇൽ ഖുർആന വറത്തിൽ കമാ തുറത്തിലു ഫിദ്ദുനിയാ വർത്തഖീ. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സ പറയുമത്രേ, സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകിയിട്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നുവെങ്കിൽ അവര് പരലോകത്ത് കടന്നു വരുമ്പോ സ്വർഗ പ്രവേശനം നൽകിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സ പറയുമത്രേ, ഇഖ്റ, നീ ഓതിക്കോ, ഇഖ്റഇൽ ഖുർആൻ, നീ ഇങ്ങനെ ഖുർആൻ ഓതിക്കോ. എന്നിട്ട് വർത്തഖി, നീ ഈ സ്വർഗത്തിന്റെ ഉന്നതമായ പദവികളിലേക്ക് കയറിപ്പോയിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് പറയുമത്രേ, വർത്തഖി, നീ ഈ പരലോകത്ത് സ്വർഗത്തിന്റെ ഉന്നതമായ പടികൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കോ, ഇരുന്നോ. വറത്തിൽ കമാ തുറത്തിലു ഫിദ്ദുനിയാ, ദുനിയാവിൽ നീ എങ്ങനെയാണോ പാരായണം ചെയ്തിരുന്നത് അതുപോലെ സാവധാനത്തിൽ നീ പാരായണം ചെയ്തുകൊണ്ട്, സാവധാനം പാരായണം ചെയ്തുകൊണ്ട് സ്വർഗത്തിലൂടെ നീ ഇങ്ങനെ കയറിപ്പോയിക്കോ. എന്നിട്ട് അല്ലാഹു പറയും, അവസാനമായി നീ എവിടെയാണോ, ഏതായത്താണോ ഓതി തീർത്തത് അവിടെയാണ് നിന്റെ സ്ഥാനമെന്ന്. ദുനിയാവിൽ നീ എത്ര ആയത്തോതിയിട്ടുണ്ട്, എത്ര ഖുർആന് പാരായണം ചെയ്തിട്ടുണ്ട്, എത്രയാണ് നീ ഓതിയത്, അവിടെയാണ് നിന്റെ നടത്തം അവസാനിക്കുക. അവിടെയാണ് സ്വർഗത്തിൽ നിനക്ക് പാർക്കാനുള്ള ഇടം ഒരുക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് സ്വർഗത്തിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു അനുമതി നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയ